ഹായ്, വെൽക്കം ടു രുചി ബൈ ബിൻസു. ഇന്ന് നമുക്ക് താറാവ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പോകാം. നമ്മൾ താറാവ് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പാനിലിട്ട് ഒന്ന് ചൂടാക്കാം. അതിൻ്റെ കൂടെ നമുക്കിത് ഒരു മുറി നാളികേരമാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം. ഒരു കൈയുടെ പിടി നിറയെ പെരിഞ്ചീരകം. അത് താറാവിനകത്ത് എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക്, ഈ നാലിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് ഫ്രൈ എടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ആയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. അപ്പോൾ നമ്മൾ ബർണർ ഓഫ് ചെയ്തിട്ടുണ്ട് തീ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ചൂടിനകത്തൊന്ന് ചൂടായാൽ മതി മല്ലിമുളകൊക്കെ. താറാവ് റോസ്റ്റിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്. ഇതിൽ ചെറിയ 3-4 സവാളയുണ്ട്, ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. 2 or 3 ഇടാം. 1 ടീസ്പൂൺ ഈ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് മുളകിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. തക്കാളി 2 എണ്ണം ഞാൻ ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് താറാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല തയ്യാറാക്കിയ ആ അരപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത് മിക്സി ജാറ് കൂടെ കഴുകിയതാണ്. ഇത്രയും വെള്ളം വേണം. ഈ താറാവ് ഈ വെള്ളത്തിൽ വേണം നല്ലതായിട്ട് വെന്ത് കുറുക്കി വരാൻ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ താറാവ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്നുകൂടെ കുറുകും. ഇത്രയും മതി നമുക്കിത് എല്ലാത്തിൻ്റെ കൂടെ. ഇപ്പം ഞാൻ ചോറിൻ്റെ കൂടെയാണ്. ചോറിൻ്റെ കൂടെ ആയാലും നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക്